ഈ ഭവനത്തെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു നടത്തി. ആ നിലയിൽ ദൈവകൃപ ഭവനമായിട്ട് അവർക്ക് അനുഭവിച്ചറിയുവാനൊക്കെ കർത്താവ് സഹായിക്കുന്നു. ആ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ഒരുക്കിയ സന്ദർഭത്തെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഇന്ന് രാത്രിയിലെ നമുക്കെല്ലാവർക്കും ദൈവികമായി ആലോചന ലഭിക്കേണ്ടതിനായിട്ട് എൻ്റെ ഹൃദയത്തെ തോന്നിപ്പിച്ച ഒരു വിഷയം പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, യോഹന്നാൻ വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്: തൻ്റെ ഏകജാതൻ, 18-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ 14-ാം വാക്യത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പം ഇതിനെ നമ്മളവിടെ ആ വാക്യം ശ്രദ്ധിച്ചു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം നാം കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ള ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഒരാശയം എന്ന് പറയുന്നത്, നമ്മൾ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ ദൈവം ചിലരെ സ്നേഹിക്കുന്നു, ചിലരോട് എന്ത് കാണിക്കുന്നു, മറ്റു പല നിലകളിൽ ഇടപെട്ടതായിരിക്കുന്ന രീതികളൊക്കെ അവർ പറയുന്നു. ഒരു ജാതിയോട് മാത്രം ദൈവം പറ്റുമാനം പുലർത്തുന്നു. അതൊക്കെ നമ്മുടെ മക്കളുടെയൊക്കെ ഹൃദയങ്ങളിൽ വലിയൊരു കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പുതിയ നിയമം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ശരിയായ നിലയിൽ മനസ്സിലാക്കുന്ന ഒരു ദൈവപൈതലിന് ആരാണ് കർത്താവ്? എല്ലാവരെയും നിറയ്ക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു രക്ഷിതാവായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെയൊക്കെ പാട്ടിലൊക്കെ ഓർത്തതുപോലെ അവൻ മതിയായവനാണ്, എല്ലാത്തിനും മതിയായവനാണ്, എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പാട്ടുകാരിലൂടെയൊക്കെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അവിടെ നമ്മൾ വായിച്ച് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. അപ്പം നാം ആ സത്യവെളിച്ചത്തെ ഒന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കാം. സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യന്, അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിക്കുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പൊ ആദിയിൽ വചനം ആരോട് കൂടെ ആയിരുന്നു? ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇപ്പം വചനം എങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുക? ഭൂമിയിൽ മനുഷ്യരോടുകൂടെ പാർക്കാനായിട്ട് ആ വചനം ഇറങ്ങി വന്നിരിക്കുക. അതുകൊണ്ടായിരിക്കണം യാക്കോബിന് ഒരു കോവേണി വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ ആ കോവേണിയിലൂടെ കാണുന്നുണ്ട്, ബഥേൽ, അല്ലെ? വാസ്തവത്തിൽ ആ കോവേണി അക്ഷരാർത്ഥത്തിൽ വ്യക്തമാക്കപ്പെട്ടത് എന്നാ? ശരിക്ക് നഥനയേലിനോട് കർത്താവായ യേശുക്രിസ്തു അത് പറയുന്നുണ്ട്, അല്ലേ? നീ അത്തിയുടെ കീഴിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇത്രയും ആശ്ചര്യപ്പെട്ടെങ്കിൽ ഇനിയും അധികമായത് കാണും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്. മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. ഞാൻ ചിന്തിക്കുക, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഓരോ ആലോചനയും ചോദിക്കാൻ ദൂതന്മാർക്ക് ഇപ്പൊ എവിടോട്ട് വരണം? സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. സ്വർഗത്തിന്റെ എല്ലാമായ കർത്താവ് മനുഷ്യരോടുകൂടെ പാർക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ആ കോവേണി നിറവേറിയതെന്നാ? അക്ഷരാർത്ഥത്തിൽ ആ കോവേണി നിറവേറിയത് പുതിയ നിയമ കാലഘട്ടത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ആവശ്യങ്ങൾക്കും ദൂതന്മാർക്ക് എവിടെ വരണം? കാര്യങ്ങൾ ചോദിക്കണം, അറിയണം. എന്തൊക്കെയാണ് സ്വർഗത്തിൽ നടപ്പാക്കേണ്ടത്, എന്തൊക്കെയാണ് ഭൂമിയിൽ നടപ്പാക്കേണ്ടത്, എന്തൊക്കെയാണ് മൂന്നാം ലോകത്തിൽ. അങ്ങനെ എല്ലാ ലോകത്തിന്റെയും അധിപതിയായിരിക്കുന്ന ക്രിസ്തു മനുഷ്യനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുക. അപ്പം അതാണ് നമ്മൾ വായിച്ച ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇപ്പൊ വചനം എവിടോട്ട് വന്നിരിക്കുക? വചനം ജഡമായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുക. നമ്മൾ മാത്രമല്ല, ആ ജഡത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ സകലവും നിറച്ച്, സ്വർഗത്തിന്റെ സകല ആത്മീക അനുഗ്രഹവും നിറച്ചിട്ട് എവിടേക്ക് അയച്ചിരിക്കുക? ഭൂമിയിലേക്ക് അയച്ചിരിക്കുക. എന്നിട്ടാണ് യോഹന്നാൻ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം നൽകിയിരിക്കുക. നമ്മളൊന്ന് ഓർത്തേ, സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹവും സ്വർഗത്തിന്റെ എല്ലാമായവൻ നമ്മുടെ മധ്യേ വന്ന് പാർക്കുന്നു. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൈക്കൊള്ളുന്നതോടുകൂടെ നമ്മൾ ആരിൽ നിന്ന് ജനിച്ചവരായി മാറുകയാ?
ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിട്ട് മാറുകയാണ്. അപ്പം വാസ്തവത്തിൽ അവിടെയാണ് ഏതു മനുഷ്യനെയും, അപ്പം വിശ്വാസത്താല് ഏതു മനുഷ്യനും ഏതു മൂലയിൽ ഇരുന്നും ആരെ കൈക്കൊള്ളാം? ക്രിസ്തുവിനെ കൈക്കൊള്ളാം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. വിശ്വാസത്താൽ നമുക്ക് ക്രിസ്തുവിനെ എവിടെ കൈക്കൊള്ളാനായിട്ട് സാധിക്കും? ഹൃദയത്തിൽ കൈക്കൊള്ളാനായിട്ട് സാധിക്കും. അവൻ ആരുടെ മകനായി മാറാനായിട്ട് പറ്റും? ദൈവത്തിന്റെ മകനാകാൻ പറ്റും. മാത്രമല്ല സ്വർഗീയ സകല അനുഗ്രഹവും ഇപ്പം അവനിലേക്ക് നിറയുക. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് നമ്മളോട് വായിക്കുന്ന മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു എന്നിട്ട് നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നേ, യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും അല്ലെ ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ എന്ത് ചെയ്യുക? ഒഴുക്കപ്പെടുവാനായിട്ടിടയാകുക. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പം നമുക്കവിടെ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരും. ഒന്നിന്റെ തന്നെ അതിന്റെ 35 മുതൽ താഴോട്ട് വായിച്ചേ. യോഹന്നാൻ ഈ വിഷയം നമുക്കറിയാം. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്ന. അവിടെ ഈ 3-ാം നാൾ എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. അതിന്റെ മുൻപ് പിറ്റേന്നാൾ 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 എന്ന് 3 പ്രാവശ്യം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ 3 നാൾ, 3-ാമത്തെ നാളാണ് കാനാവിൽ കല്യാണം ഉണ്ടാകുന്നത്, 3-ാം നാൾ. അപ്പൊ ആ 3-ാം നാൾ എന്താണെന്നുള്ളത് അതിന്റെ തൊട്ട് മുൻപുള്ള പിറ്റേന്നാൾ 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 എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതില് 29 മുതലുള്ള ഭാഗത്ത് യോഹന്നാൻ 28 വരെയുള്ള ഭാഗത്ത് യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി 29 മുതൽ താഴേക്ക് വായിക്കുമ്പോ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന യോഹന്നാൻ പറയുക, ഞാനോ അവനെ അറിഞ്ഞില്ല. ഞാനും അറിയാത്ത ഒരാള് എന്ത് ചെയ്യുക? നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. ഇനി ഞാൻ എങ്ങനെ അറിയാൻ പോകുന്നേ? എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും വസിക്കുന്നതും നിങ്ങൾ കാണുന്നുവോ അവനാണ് ആര്? സാക്ഷാൽ ദൈവപുത്രൻ. അപ്പം എനിക്ക് തെളിവിനായിട്ട് തന്നിരിക്കുന്ന എന്നെ അയച്ചവൻ എന്നോട് പറയുക, നീ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതാ കർത്താവ് തനിക്ക് നേരെ വരുന്നത് കണ്ടിട്ട് ദൈവാത്മാവ് തനിക്ക് ബോധ്യമാക്കിയ ഒരു സത്യമാണ്, ആരുടെ മേലാണോ സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വരുന്നതും വസിക്കുന്നതും കാണുന്നുവോ. അപ്പൊ അവനെയാണ് ആരായിട്ട് ലോകത്തിന് സാക്ഷീകരിക്കേണ്ടത്? ദൈവപുത്രനായിട്ട് നീ ലോകത്തിന് വെളിപ്പെടുത്തണം. കാരണം നിന്നെയാണ് ഞാൻ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യോഹന്നാൻ കണ്ടു, യോഹന്നാൻ സാക്ഷീകരിക്കുകയാണ്, ഇവനാണ് ദൈവപുത്രൻ. പിറ്റേ ദിവസമാണ് നമ്മളവിടെ വായിക്കുന്നത്, അതിന്റെ 35-ാം വാക്യം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പം വാസ്തവത്തിൽ യോഹന്നാന്റെ ശുശ്രൂഷ അവിടെ എന്ത് ചെയ്തു? കഴിഞ്ഞു. വെളിപ്പെടുത്തേണ്ട ക്രിസ്തുവിനെ ലോകത്തിന് യോഹന്നാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി ക്രിസ്തുവിനോട് കൂടെയാണ്, അല്ലെങ്കിൽ സാക്ഷാൽ എല്ലാവരെയും നിറവായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വസിക്കുക. അവനോടുകൂടെ പോകാനായിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുക. ഉടനെ അവർ 2 പേരും എന്ത് ചെയ്തു? അവര് യോഹന്നാനെ വിട്ട് അവര് ക്രിസ്തുവിന്റെ പുറകെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 38 യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. വാസ്തവത്തില് അവരെന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവര് മറുപടി പറയുന്നത് എന്താ? അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്നാ ചോദിക്കുന്നത്. വാസ്തവത്തിൽ എന്താ അന്വേഷിക്കുന്നേ? അതവിടെ വ്യക്തമാ. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, അവര് മശിഹായെ വാസ്തവത്തിൽ അന്വേഷിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ വചനമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അന്വേഷണ മനോഭാവം ഉണ്ടോ? ദൈവത്തെ മനസ്സിലാക്കാൻ, അന്വേഷിച്ച് കണ്ടെത്താൻ കർത്താവ് പറയുന്നുണ്ട്, അന്വേഷിക്കുന്ന ഏവനും ഞാൻ സമീപേ നിൽക്കുക. നിങ്ങൾക്ക് തപ്പി നോക്കിയാൽ എന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് സമീപേ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ? ദൈവത്തിന്റെ വചനം വായിച്ച് എന്റെ കർത്താവിനെ എനിക്ക് കണ്ടെത്തണം, കർത്താവിന്റെ മഹത്വം എനിക്ക് ദർശിക്കണം, അവനെ എനിക്ക് കൂടുതലായി രുചിച്ചറിയണം, അവനിലാണ് ആ നിറവ് മുഴുവൻ ഇരിക്കുന്നത്, ആ നിറവ് എനിക്കും ഒന്ന് ലഭിക്കണം, അവനെ എന്റെ ഉള്ളത്തിൽ അതുപോലെ ഒന്ന് കൈക്കൊള്ളണം, അവനെ കൂടുതലായിട്ടൊന്ന് രുചിച്ചറിയണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടെ ദൈവവചനം എത്ര പേര് വായിക്കാറുണ്ട്?
നോക്കിയ ഇവരുടെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ആരെ കണ്ടെത്തുക എന്നുള്ളത്, മശിഹായെ അഥവാ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളത്. ഞാൻ ചോദിക്കുക, അതുകൊണ്ട് തന്നെ അവർ യോഹന്നാന്റെ പ്രസംഗത്തിന്റെ കീഴിൽ എപ്പോഴും നിൽക്കുമായിരുന്നു. യോഹന്നാനിലൂടെ അവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കുന്നു. ആ ക്രിസ്തുവിന്റെ പുറകെ അവർ ചെല്ലുമ്പോഴും അവർ അന്വേഷിച്ചുകൊണ്ടാ ചെല്ലുന്നേ, ആരാണിവൻ അല്ലേ? അതുകൊണ്ടാണ് അന്ന് രാത്രി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ടവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന മറ്റേ ആൾ ആരായിരിക്കും? ഈ ലേഖനം, ഈ സുവിശേഷം എഴുതിയതായിരിക്കുന്ന യോഹന്നാനായിരിക്കും. എന്നിട്ട് അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് പറയാ, ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാ. അപ്പൊ നോക്കി അവരുടെയൊക്കെ ഒരു താല്പര്യം നോക്കി അവർ ഓടുകയാണ്. ഞാൻ വിചാരിക്കുക, എങ്ങനെ ആ ക്രിസ്തു വരുന്നതിന് തൊട്ട് മുൻപൊക്കെ ആയിട്ട് ഇവർ കാണുന്നിടത്തു നിന്നൊക്കെ ഇവർ ആരെക്കുറിച്ച് പറയുമായിരിക്കും? നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുക, നീ ശ്രദ്ധിച്ചോണം, ക്രിസ്തു എവിടെ നിന്നാ വരുന്നതെന്നൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി തരുവാൻ ദൈവം അയച്ചിരിക്കുന്ന മനുഷ്യൻ യോഹന്നാൻ, അവൻ യോഹന്നാനോട് ചേർന്ന് നിന്നു. അപ്പൊ അവരുടെ അന്വേഷണം മുഴുവൻ അവർ തമ്മിൽ അപ്പൊ ഞാൻ വിചാരിക്കുക, ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് ആര്? പത്രോസ്. ഉടനെ അവർ ഓടി, എടാ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ക്രിസ്തുവിന്റെ വിഷയം എന്ന് പറഞ്ഞ് ഓടി ആരെ പരിചയപ്പെടുത്തുക. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അന്വേഷിക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് നമ്മൾ എന്തോ ഡിസ്കസ് ചെയ്യും, ഈ വചനം ഡിസ്കസ് ചെയ്യുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്തവരോട് ഇത് പറയാൻ പറ്റുമോ? ഇല്ല. താല്പര്യമില്ലാത്തവരോട് നമുക്ക് ഈ കാര്യം അപ്പൊ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാനായിട്ട് മതിയായവനാണ്. അവർക്ക് മാത്രമേ വചനം അവരുടെ ജീവനായിട്ട് മാറുകയുള്ളൂ. നോക്കിയേ, ഇവിടെ ഉടനെ അവർ ഓടിച്ചെന്ന് പത്രോസിനെ അറിയിക്കുന്നു. ഉടനെ പത്രോസിനെ കർത്താവ് കണ്ട ഉടനെ പറയുന്നു, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. ഉടനെ എന്താ പിറ്റേന്നാൾ എന്താ സംഭവിക്കുന്നേ? അവൻ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിക്കുമ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞ ഉടനെ ഫിലിപ്പോസ് എങ്ങോട്ട് ഓടുക? അടുത്തത് ഫിലിപ്പോസിന് അറിയാവുന്ന ഒരു സഹോദരനുണ്ട്, നഥനയേല്. അദ്ദേഹവും ആരെ കാംക്ഷിക്കുന്നവനാ? യേശു ക്രിസ്തുവിനെ കാംക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം നഥനയേലിനുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇങ്ങനെ പറയാനും കൂട്ടുകാരൊക്കെ ഉണ്ടോ? കർത്താവിനെ കുറിച്ച് ചോദിച്ചറിയുന്ന, കർത്താവിനെ അന്വേഷിച്ചറിയുന്ന, കർത്താവിനെ മനസ്സിലാക്കാൻ കൊതിയുള്ള നമുക്കുണ്ടോ? നമുക്ക് ആരോടെങ്കിലും ജസ്റ്റ് അങ്ങനെ ഒന്ന് പ്രബോധിപ്പിക്കാനായിട്ട് 2 കൂട്ടുകാരുണ്ടോ? നമുക്ക് രാവിലെ ഫോൺ വിളിച്ചിട്ട് ചിലരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടോ? നമുക്കങ്ങനെ ഒരു അന്വേഷണം തന്നെ ഇല്ലല്ലേ. വാസ്തവത്തിൽ ആരാണ് കർത്താവ്? നമ്മളെ നിറയ്ക്കുന്നവൻ, ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ നിറവ് നൽകുന്ന, കൃപയുടെ നിറവുമായിട്ട് നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ വാസ്തവത്തിൽ നമ്മൾ രുചിച്ചറിയണ്ടേ? നമുക്ക് എത്രമാത്രം ആ കാര്യത്തിൽ അന്വേഷണ മനോഭാവമുണ്ട്. നോക്കിയേ, നഥനയേലിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധനായ ഒരു ദൈവവചന ശാസ്ത്രിയായിരുന്നു അവരൊക്കെ. നോക്കി, അതിന്റെ വ്യക്തത എന്താണെന്നറിയോ? അവിടെ ഓടിച്ചെന്നിട്ട് പറയാണ്, ഇങ്ങനെയാ പറയുന്നേ, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര വ്യക്തതയോടെ എന്തിനാ കൊടുക്കുന്നതെന്നറിയോ? പുള്ളിയോട് എന്തേലും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇവിടുന്ന് കേൾക്കാം. അപ്പം യേശു എന്ന നസ്രേത്തുകാരൻ എന്ന് പറഞ്ഞ ഉടനെ എന്താ പറയുന്നത് നോക്കിയേ, നഥനയേൽ അവനോട് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പൊ ഉടനടി തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാ, ദൈവത്തിന്റെ വചനം കൃത്യമായി വായിക്കുന്നത് കൊണ്ട് തന്നെ തെറ്റുകളെ അതിന്റെ ലെവലിൽ തിരുത്താനും അവർക്കറിയാമായിരുന്നു. നമുക്ക് ഏതൊക്കെ കേട്ടാലും തിരുത്താൻ പോയിട്ട് വചനം പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലേക്ക് ഏത് വിധത്തിലുള്ള ദുരുപദേശം കയറി വന്നാലും നമുക്ക് അവരെ തിരുത്താനുള്ള കപ്പാസിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വാസ്തവമല്ലേ? ഇനിയുള്ളൊരു തലമുറ എങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ആത്മാവിനാൽ വെളിപ്പെട്ട് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാനായിട്ട് പറ്റും? ഈ വചനത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും? നമ്മൾ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരേലും എഴുതി വെച്ചത് പഠിച്ചിട്ട് കാര്യമില്ല. ഏതിൽ നിന്ന് തന്നെ പഠിക്കണം? ദൈവാത്മാവിൽ നിന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് കറതീർത്ത് പഴുതില്ലാതെ ഇതെവിടെ ആക്കാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ ഹൃദയത്തിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
ഉത്തരം നൽകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സ്തേഫാനോസിന്റെ ഒക്കെ സാമർത്ഥ്യത്തിന്റെ മുൻപിൽ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അല്ലേ. അവനോട് സംസാരിക്കുന്നവർക്ക് അവന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വായിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടുന്നായി ഞാൻ ഒഴുകി വരുന്നേ? നിറവായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് ഒഴുക്കപ്പെട്ട് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ മുൻപിൽ ലോകത്തിലെ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റുമോ? നമ്മൾ ആരെയാ പറയുന്നേ? ആരെ കൊടുക്കുന്നേ? നമ്മൾ ക്രിസ്തുവിനെയാ കൊടുക്കുന്നത്. നോക്കിയേ, അവിടെ നഥനയേൽ പറയുന്ന മറുപടി, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഉടനെ ഫിലിപ്പോസ് എന്താ പറയുന്നേ? ഞങ്ങൾ കണ്ടതാ, എന്തായാലും ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയതാ, ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയതാ, നീ ഒന്ന് വന്ന് കാണ്. അപ്പൊ ഓരോരുത്തരും ചെന്ന് ആരെ പരിശോധിക്കുക? കർത്താവിനെ ചെന്ന് പരിശോധിക്കുക. എന്നിട്ട് അവർക്ക് ഉറപ്പുവരുത്തുകയാണ് അവരാരോടാണ് ചേരുന്നതെന്ന് അവർ ഉറപ്പുവരുത്തുക. അവര് ക്രിസ്തുവിനോടാണ് ചേരുന്നതെന്ന് അവർ ഉറപ്പുവരുത്തുക. നോക്കിയേ, താഴോട്ട് നോക്കിയേ. എന്നിട്ട് നമ്മളോട് വായിക്കുന്നേ, വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക. കർത്താവ് പറഞ്ഞ അതേ കാര്യം ആ ഫിലിപ്പോസും പറയുന്നത്, വന്ന് കാണുക, നീ ഒന്ന് വന്ന് കണ്ടേ. നമുക്കാണെങ്കിൽ നമ്മളെന്തോ പറയും? ഓ, ഇന്ന് തിരക്കാം, നാളെ നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നോ? ഇവർക്ക് ആകപ്പാട് ഒരു തിരക്കേ ഉള്ളായിരുന്നു, ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള തിരക്ക്. ഞാൻ പറയട്ടെ, ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരെയാ കണ്ടെത്തേണ്ടത്? ആരെയാണ് ആസ്വദിക്കേണ്ടത്? ആരോടുകൂടെയാണ് നടക്കേണ്ടത്? ആരെക്കുറിച്ചാ പറയേണ്ടത്? നമ്മുടെ വായിൽ എപ്പോഴും ഇരിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അതിനല്ലേ നമ്മളെ ഒരു ജാതിയാക്കി, നമ്മളെ ഒരു വീണ്ടെടുത്ത്, നമ്മളെ രക്തം തന്ന് വീണ്ടെടുത്ത് മകനാക്കി മാറ്റിയതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ അന്വേഷിക്കുന്നവരായിട്ട്, അവനോട് കൂടെ നടക്കുവാനായിട്ട്. നോക്കിയേ, എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്ന വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയാം എന്ന് ചോദിച്ചതിന് അല്ല, കണ്ട ഉടനെ നഥനയേലിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഇതാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചറിയാം? എന്നെ മുമ്പ് അറിയാമോ എന്ന് ചോദിക്കുക. ഉടനെ കർത്താവ് പറയുന്നത്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. വാസ്തവത്തിൽ എന്താ അങ്ങനെ പറഞ്ഞേ? നീ ഇസ്രായേലിന്റെ രാജാവാ. ഹൃദയങ്ങളെ കാണുവാൻ കഴിയുന്ന, ഞാൻ എവിടെ ഇരിക്കുന്നു, എന്റെ ഇരിപ്പും നടപ്പും കിടപ്പും വ്യക്തമായി കാണുന്ന സാക്ഷാൽ രാജാവാണ് നീ ആകണം ഇസ്രായേലിന്റെ രാജാവ്. നമുക്കറിയാം, പിലാത്തോസിന്റെ മുൻപാകെ കർത്താവ് പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഓക്കെ, ഞാൻ ആ നിലയിൽ ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യായിരുന്നു? ചേവകരെ വിളിക്കുമായിരുന്നു, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പറ്റാം. അപ്പം അതിനുശേഷം കർത്താവിനോട് പറയുന്നുണ്ട്, സത്യതൽപരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഞാൻ രാജാവാ, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രാജാവല്ല. ഞാൻ എവിടുത്തെ രാജാവാ? ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ രാജാവ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായിട്ട് വാസ്തവത്തിൽ ആരാണ് ഇരിക്കേണ്ടത്? നമ്മുടെ കർത്താവല്ലേ? അതുകൊണ്ടല്ലേ നഥനയേൽ പറഞ്ഞേ, നീയാണ് സാക്ഷാൽ ഇസ്രായേലിന്റെ രാജാവ്. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് അവിടെ കർത്താവ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സത്യതൽപരരായവരെല്ലാം എന്ത് ചെയ്യുന്നു? സത്യതൽപരരായവരെല്ലാം അവന്റെ വാക്ക് കേൾക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, സത്യമായ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ടിരുന്നാൽ എന്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഓരോ ദുഷ്ടതയും ആ രാജാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെ എന്ത് ചെയ്യത്തില്ല? കർക്കശമായി നമ്മുടെ ജാതീയ രാജാക്കന്മാരുടെ മാതിരി തല്ലി ഉപദ്രവിച്ചൊന്നുമല്ല, മറിച്ച് നമ്മളെ വ്യക്തമായിട്ടത് ബോധ്യമാക്കി തരും. ഈ തെറ്റ് നീ ഇപ്പോഴേ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ രാജാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ ആ ദുഷ്ടതയെ നീക്കിക്കളയുമ്പോൾ വാസ്തവത്തിൽ സത്യതൽപരരായവർ എന്താണ്? വാസ്തവത്തിൽ ആ രാജാവിനെ അന്വേഷിക്കുന്നവർ, ആ രാജാവിന് കീഴ്പ്പെടുവാൻ ഇച്ഛിക്കുന്നവർ എന്ത് ചെയ്യാണ്? സത്യതൽപരരായവർ അവന്റെ വാക്ക് കേൾക്കുകയാണ്. അങ്ങനെയല്ലേ ദൈവരാജ്യം വാസ്തവത്തിൽ ഭൂമിയിൽ ഉണ്ടാകുന്നേ? നമ്മളെ പോലെയുള്ള ദൈവമക്കളായിരിക്കുന്ന നമ്മള് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴല്ലേ വാസ്തവത്തിൽ. അതുകൊണ്ടാണ് അവര് ജനിച്ചത് എങ്ങനെയാ? പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരാ. അപ്പൊ ദൈവത്തിൽ ജനിച്ചതായിരിക്കുന്ന ദൈവമക്കൾ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം? കർത്താവ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുവാനായിട്ട് ഈ ലോകത്തെ കുറിച്ചുള്ള ചിന്തയിലല്ല, മറിച്ചല്ലോ മറുലോകത്തെ കുറിച്ച്, നിത്യതയെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചവരാ നമ്മളെ.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഏതു മനുഷ്യനെയും ഞാൻ നിറയ്ക്കും. ആരെങ്കിലും എന്നെ അന്വേഷിച്ചു വന്നാൽ അവനെ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നിറയ്ക്കും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, അവനെ പ്രകാശമുള്ള ഒരു സത്യ വെളിച്ചമാക്കി ലോകത്തിൽ നിലനിർത്തുവാൻ ശക്തനായ ഞാൻ, അവന്റെ നിറവാണ്. എന്നെ അന്വേഷിച്ച് ആര് വന്നാലും അവനും ആരാകാനായിട്ട് പറ്റും? വെളിച്ചമാകാനായിട്ട്. വാസ്തവത്തിൽ അവന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആരാണ്? കർത്താവിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതോടുകൂടെ അവന്റെ ഇരുള് നീങ്ങി അവൻ പ്രകാശം കൊടുക്കുന്നവനായിട്ട് മാറുകയാണ്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് നമ്മളെ മാറ്റുവാൻ കഴിയുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ അത് അവിടെ എങ്ങനെയാണ് ഈ 3 ഭാഗം, 3 പിറ്റേന്നാൾ, അതായത് ഒന്നാമത്തെ നാളിൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കുന്നു. രണ്ടാമത്തെ നാളിൽ ആ ദൈവത്തിന്റെ കുഞ്ഞാടോടുകൂടെ ശിഷ്യന്മാരോട് എന്ത് ചെയ്യാൻ പറയുന്നു? അവരെ പുറപ്പെടുവാൻ അന്വേഷിക്കുന്ന ഒരു ഹൃദയം അവരിലേക്ക് കൊടുത്ത് അവരെ നയിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ഏകദേശം 6ഓളം, ഇവിടെ പേര് വായിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം 6ഓളം ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് എന്നിട്ടാണ് 3-ാം നാൾ നമ്മളിവിടെ വായിക്കുന്ന ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടാകുക. ആ കല്യാണത്തിന് കർത്താവ് പോകുമ്പോൾ കർത്താവിനോടുകൂടെ ആരുണ്ട്? ശിഷ്യന്മാരായിരിക്കുന്ന ചിലരുണ്ട്. അത് വ്യക്തതയുള്ള അറിവോടുകൂടെ, ക്രിസ്തുവിൽ ലഭിച്ച ആ അറിവോടുകൂടെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് അവരാരോടുകൂടെ ഇപ്പം കല്യാണത്തിന് വന്നിരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ കല്യാണത്തിന് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, താഴോട്ട് വായിച്ചേ. അങ്ങനെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അനേക നാളുകളായിട്ട് കുറവ് തീർക്കുന്ന തൻ്റെ മകനെ കുറിച്ച് മറിയയ്ക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. എവിടെയും കുറവ് തീർക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ക്രിസ്തു എന്ന് മറിയ എന്ത് ചെയ്തിരുന്നു? തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കുറവ് വന്ന ഉടനെ കുറവ് തീർക്കുന്നവൻ ക്രിസ്തുവാണെന്ന് വ്യക്തമായ ആ അറിവുള്ളത് കൊണ്ട് തന്നെ മറിയ വന്നിട്ട് എന്താ പറയുന്നേ? അവിടെ വീഞ്ഞ് കുറവാണ്. ഓക്കെ, എന്നിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും കർത്താവിന് വ്യക്തമായിരിക്കുന്ന സമയമുണ്ട്. പിതാവ് നൽകുന്ന, കാരണം കർത്താവ് തൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടല്ല ലോകത്തിലേക്ക് വന്നത്, മറിച്ച് ആരുടെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വന്തം ഇഷ്ടപ്രകാരം വീഞ്ഞു തീർന്നാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെയൊക്കെയാണ് ക്രിസ്തുവിന്റെ ആ മഹത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ആർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വതവേ ഒന്നും ചെയ്യുകയില്ല, എന്നോട് ആര് കൽപ്പിച്ചാലേ ചെയ്യുള്ളൂ. പിതാവ് എന്നെ ബോധ്യമാക്കാത്ത ഒരു വിഷയങ്ങളിലും ഞാൻ ഇടപെടുകയില്ല. അപ്പം വീഞ്ഞ് തീർന്നു എന്ന് അമ്മ മറിയ പറഞ്ഞിട്ടും അതാ കർത്താവ് പറയുന്നേ, അങ്ങനെ ഒരു നാഴിക വാസ്തവത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഞ്ഞിന് എന്ത് ചെയ്യും? ഞാൻ നിറയ്ക്കും. എന്നാൽ എനിക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല. അത് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചാലേ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഓരോ ആരെയും പറയാ, നിങ്ങൾ ആ കാര്യം ഒന്ന് ചെയ്തു കൊടുക്കുക, ഒട്ടനെ അങ്ങോട്ട് റെഡിയാകുക അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളിലും. എവിടെ കുറവെന്ന് പറഞ്ഞാൽ പോരെ, അവിടെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, കുറവ് തീർക്കുന്നു. അപ്പം നമ്മളെ അങ്ങ് വെളിപ്പെടുത്താനാ. ഇവിടെ നോക്കിയേ, കർത്താവിനോട് മറിയ ഇത് പറയുന്ന ഉടനെ കർത്താവ് പറയുന്ന മറുപടി നമുക്ക് ദഹിക്കുന്നുണ്ടോ? കർത്താവ് എന്താ പറയുന്നത്? എനിക്കും നിനക്കും നമ്മൾ ഈ വിഷയത്തിൽ എന്തില്ല, ഒരു ബന്ധമില്ല. ഈ ഒരു മറുപടി നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അന്ന് ഞാൻ സഭയെന്ന് അല്ലേ എന്ന് ആലോചിച്ചേ. എനിക്കിവരെ എല്ലാരെയും പ്രസാദിപ്പിച്ച് നിർത്തിയാലേ എനിക്ക് പിടിച്ചു നിന്ന് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ആരെ പ്രസാദിപ്പിക്കാനാ സത്യത്തിൽ ലോകത്ത് ജീവിക്കുന്നേ? എല്ലാരെയും കിളിപ്പെടുത്തി നിർത്തണം. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരെന്നെ ചൊറിയും. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലോകത്തെ ജീവിക്കുന്നേ. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നേ? ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമായിരിക്കണം. ദൈവത്തിന് പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ലോകത്ത് ചെയ്യുന്ന എന്റെ ഇഷ്ടം ചെയ്യാനല്ല, ജീവിക്കുന്ന എന്തിനല്ല? എന്റെ ഇഷ്ടം ചെയ്യാനല്ല, മറിച്ച് ആരുടെ ഇഷ്ടം ചെയ്യുവാനായിട്ടാ? പിതാവിന്റെ ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ, എന്റെ കുറവ് മുഴുവൻ തീർക്കുവാൻ കഴിയുന്ന ഒരു പിതാവ് എനിക്കുണ്ടെന്ന് പൂർണ്ണമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ പിന്നെ കുറവ് തീർക്കാൻ എനിക്ക് മനുഷ്യനിൽ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഈ മനുഷ്യനിലുള്ള ആശ്രയം വരുമ്പോഴാ പിന്നെ അവരോട് നല്ല രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി കാര്യം മുമ്പോട്ട് പോകത്തില്ല എന്ന് പറയേണ്ട ആവശ്യം വരുന്നത് എവിടെയാണ്?
എൻ്റെ കുറവ് തീർക്കുന്നത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത്, ഏത് മനുഷ്യനെയും നിറയ്ക്കുന്ന, പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിട്ട് ഞാൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി കൈക്കൊണ്ടാൽ, അവനാണ് എൻ്റെ എല്ലാം എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയാൽ, വാസ്തവത്തിൽ എനിക്ക് എവിടെയെങ്കിലും പിന്നെ പോകണോ? വേണ്ട. വാസ്തവത്തിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആരാണ് പരിഹാരകൻ? ക്രിസ്തു എൻ്റെ പരിഹാരകനാണ്. നോക്കിയ താഴോട്ട് നമുക്ക് വേഗത്തിൽ വായിക്കാം. എന്നിട്ട് യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ഈ വിഷയത്തിലില്ല. എന്നാൽ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന വാക്കാ ശ്രദ്ധിക്കണ്ടേ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. അപ്പം കർത്താവ് പറയുന്ന കൽപ്പന പലപ്പോഴും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്ത ഒരു കാര്യമായിരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് മറിയ ഈ വിഷയം ഈ ആളുകളോട് പറയുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തോണം? ചെയ്തോണം. എന്താ കർത്താവ് പറഞ്ഞത്? ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ? നമ്മൾ താഴോട്ട് വായിച്ചേ. അവിടെ എങ്ങനെയാ വായിക്കുന്നേ? അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കൽപാത്രം എവിടെ കിടക്കുന്നേ? പുറത്ത് കിടക്കുന്ന പാത്രമാണ്. ഈ ശുദ്ധീകരണ നിയമം വന്നപ്പോഴാണ് പുറത്തും അകത്തും പാത്രങ്ങളായത്. ഉദാഹരണം, ശുദ്ധീകരണ നിയമം എന്തായിരിക്കും? ഞാൻ പുറത്തുനിന്ന് കയറുമ്പോൾ കാല് കഴുകിയിട്ട് വേണം എവിടോട്ട് കയറാൻ? അകത്തോട്ട് കയറാൻ. അപ്പൊ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞപ്പം കുറച്ച് പാത്രം എവിടെ ഇരിക്കണം? അകത്തിരിക്കണം. കുറച്ച് പാത്രം പുറത്തിരിക്കണം. അപ്പൊ പാത്രങ്ങൾ ഇപ്പൊ പുറത്തായതുപോലും ഏത് നിയമം വന്നപ്പോഴാ? പറഞ്ഞേ, ഏത് നിയമം വന്നപ്പോഴാ? ഞാൻ ചോദിക്കട്ടെ, ജാതികളും യഹൂദന്മാരും എന്നുള്ള ഒരു ക്രമീകരണം തന്നെ വന്നത് ഏത് നിയമം വന്നപ്പോഴാ? ശുദ്ധീകരണ നിയമമായ ന്യായപ്രമാണം വന്നപ്പോഴാ. ഇനി എൻ്റെ ചോദ്യം, കർത്താവ് ആരെയാണ് ഇവിടെ നിറയ്ക്കാൻ തീരുമാനിക്കുന്നത്? ശ്രദ്ധിച്ചേ. എവിടെയുള്ളവരെയാ? അകത്തുള്ള പാത്രത്തെയാണോ പുറത്തുള്ള പാത്രത്തെയാണോ? അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണമായ ന്യായപ്രമാണ നിയമത്തെ ലോകത്തിൽ ദൈവം കൊണ്ടുവന്നപ്പോൾ ലക്ഷ്യമിട്ടത് വാസ്തവത്തിൽ ആരെയാ? അറയ്ക്കപ്പെട്ടവരെ പോലെ പുറത്തു കിടന്നിരുന്ന നമ്മളെ ആദ്യം നിറയ്ക്കണമെന്ന് ഉദ്ദേശിച്ച. നമ്മളിത് മനസ്സിലാക്കിയോ? ന്യായപ്രമാണം കൊടുത്തപ്പം പലപ്പോഴും നമ്മൾ എന്താ ചിന്തിച്ചേ? അത് ഇസ്രായേലിന് മാത്രമുള്ളതാ, ഇസ്രായേൽ അതിനായി എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മക്കളാ, ദൈവം അവരെ മാത്രം സ്നേഹിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ എന്തിനായിരുന്നു ആ നിയമം കൊടുത്തത്? ആ നിയമം കൊടുത്തതിലൂടെ വാസ്തവത്തിൽ അകത്തെ പാത്രങ്ങൾ നെഗളികളായി മാറുകയല്ലായിരുന്നു, അല്ലേ? ആ നിയമം കൊടുത്തതിലൂടെ ഇസ്രായേൽ ജനം എന്താ പറഞ്ഞേ? അകത്തെ പാത്രങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ പ്രവാചകനുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ പിതാക്കന്മാരുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ വാസ്തവത്തിൽ അവരിൽ തന്നെ പ്രശംസിച്ച് നിഗളികളാകുകയായിരുന്നു. വാസ്തവത്തിൽ ദൈവം അതിനാണോ അത് ചെയ്തേ? അല്ല. ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ശുദ്ധീകരണ നിയമം അനുസരിച്ച് കുറച്ച് പാത്രങ്ങൾ ഇപ്പൊ ഇവിടെ പുറത്തുണ്ട്. ഇനി ആ പാത്രത്തിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത് പാത്രത്തിൽ വെള്ളം നിറയ്ക്കുമോ? എന്തോത്തിനാ വെള്ളം നിറയ്ക്കുന്നേ? വീഞ്ഞു കുടിക്കാൻ നമ്മൾ സാധാരണ ഏത് പാത്രം എടുക്കുക? നോക്കിയോണം, കർത്താവ് പറയുന്ന ആ വാക്ക്. അതുകൊണ്ടാ മറിയ പറഞ്ഞേ, അവൻ എന്ത് കൽപ്പിച്ചാലും ചെയ്തോണം. നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്ത കൽപ്പനയല്ലേ വാസ്തവത്തിൽ കർത്താവ് തരുന്ന. ശത്രുക്കളെ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുമോ? നമ്മളതിന് കഴിവുള്ളവരാണോ? അപ്പോഴാ കർത്താവ് പറയുന്നേ, അത് ചെയ്താൽ ഞാൻ ആരാകുക? എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ഞാനും ആരാകുക? സൽഗുണപൂർണനായി മാറുക. വാസ്തവത്തിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഇന്നത്തെ കർത്താവ് പറയുന്ന താഴെ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. താഴേക്ക് വായിച്ചേ. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ വായിക്കുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാണിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്നവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? ഇതെങ്ങാനും പറഞ്ഞ അങ്ങേര് പറഞ്ഞേ കുടിക്കത്തില്ല. ഇത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ അങ്ങേര് കുടിക്കത്തില്ല. അതുകൊണ്ട് അവര് മറച്ചു. എന്തിനു വേണ്ടി മറച്ചു? എടാ, ഇവർക്കും പ്രശ്നമാ. നിങ്ങൾ എവിടുത്തെ വെള്ളം കോരിക്കൊണ്ടാടാ ഇപ്പൊ വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ കോരിയവർക്കും പ്രശ്നമാ. ചില കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ചില സീക്രട്ട്നെസ് കൊണ്ടുവരും. എന്തിനാന്നറിയോ? ഇതെങ്ങാനും അറിഞ്ഞാൽ മറ്റൊരു നമ്മൾ എന്ത് ചെയ്യും? പുറത്താക്കും. അല്ലേ? കറക്റ്റ് അല്ലേ?
ഇവിടെ ഇവരെന്താ രഹസ്യമാക്കി സൂക്ഷിച്ചേ? ഇത് എവിടെ നിന്നാന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്ത് ചെയ്യല? കുടിക്കുകയല്ല. ഇനി കുടിച്ചു നോക്കിയേ ഇയാൾ എന്താ പറഞ്ഞതെന്ന് നോക്കിയേ. ഇത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറേ. മണവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ടല്ലോ. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ആഹാ, എന്തോ ഒരു ടേസ്റ്റാ അല്ലേ? അത് ഇന്നാരാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് ഒറ്റ തുപ്പ്. അല്ലേലും ഇതത്ര പോരാ. അപ്പൊ എന്തോ നമ്മുടെ പ്രശ്നം? കറിയുടെ ടേസ്റ്റ് അല്ല നമ്മൾ നോക്കുന്നേ, മറിച്ച് എന്താ നോക്കുന്നേ? നമ്മുടെ മനസാക്ഷിയുടെ കയ്പാണ് പലപ്പോഴും ആരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് പറ്റാത്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വർഗ വ്യത്യാസവും വർണ്ണ വ്യത്യാസവും ഒക്കെ വെക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താ? നമ്മുടെ മനസാക്ഷിയുടെ കയ്പാണ്. സത്യമല്ലേ? ശരിക്ക് കണ്ണുപൊട്ടനെ സൗഖ്യം കൊടുക്കുന്ന സമയത്ത് കർത്താവ് തുപ്പിയ തേച്ചു കൊടുക്കുന്നത്. പക്ഷെ അവൻ എവിടെയെങ്കിലും തുപ്പിയ വിവരം പറയുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് താഴോട്ട് നമ്മൾ വായിച്ച ഈ പുള്ളി എവിടെ ചെല്ലുമ്പോഴും ചേറുണ്ടാക്കി കണ്ണി തേച്ചു, ഞാൻ ശീലോകാൻ കുളത്തിൽ പോയി കഴുകി. പക്ഷെ തുപ്പിയ കാര്യം എന്താ പറയാഞ്ഞേ? ഞാൻ മനസ്സിലാക്കുന്ന അത് അവന് മറച്ചു വെച്ചതാ ദൈവം. അവൻ തുപ്പിയതാന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ശീലോകാവിൽ മിക്കവാറും പോകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞേ, അതിലൂടെ എന്താ കർത്താവ് പറഞ്ഞേ? നിങ്ങളുടെ മനസാക്ഷിയല്ലേ സത്യത്തിൽ പ്രശ്നം? തുപ്പിയതാണോ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, എന്റെ മോൻ തുപ്പി വെച്ച സാധനം ഞാൻ തിന്നും, പിന്നെ ഏത് തുപ്പല അവിടെ വിഷയം? ഏത് തുപ്പല വിഷയം? എടാ, ഇതേ ഇനി നമ്മൾ സാധാരണ പറയും മൂത്രം കുടിച്ച നീര് വലിയുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂത്രം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുടിക്കും. ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് കുടിക്കാൻ അറിയാം. ഏത് കാര്യത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ജീവനോട് ബന്ധപ്പെട്ട് വരും. ഞാൻ പറയുന്നേ, എവിടെയാണ് നമുക്ക് പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസാക്ഷിയല്ലേ പ്രശ്നം. അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്തത്. എന്നാൽ കർത്താവ് നോക്കിയേ, ഏതു മനുഷ്യനാണോ അറയ്ക്കപ്പെട്ട് കിടക്കുന്നത് അവനെ നിറയ്ക്കുവാനായിട്ട് ദൈവം കൊതിയോടെ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുക. 38 വർഷമായിട്ട് പുറത്തു കിടന്ന ആ മനുഷ്യനെ തേടി കർത്താവ് ചെല്ലുക. എന്നിട്ട് അവനോട് പറയുക, എഴുന്നേൽക്ക. അപ്പൊ അവൻ പറയുക, എന്നെ ഇറക്കാൻ ഒരു മനുഷ്യനില്ല. എവിടെ ഇറക്കാൻ? ഈ ഇളക്കുന്ന സമയത്ത്, ഈ കുളം ഇളക്കുന്ന സമയത്ത് എന്നെ ഒന്ന് ഇറക്കാൻ ഒരു മനുഷ്യനില്ല. കഴിഞ്ഞ 38 വർഷമായി ഞാൻ ഈ കുളക്കരയിലാണ്. കർത്താവിനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ തേടി വന്നവനാണ് ഞാൻ. എന്തിനു വേണ്ടി? നിന്നെ നിറയ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ശമര്യക്കാരത്തി സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. ശമര്യക്കാരത്തി സ്ത്രീ ഉടനെ ചോദിക്കുന്ന ശുദ്ധീകരണ നിയമങ്ങൾക്ക് അറിയാം. അവൾ എന്താ പറഞ്ഞേ? നീ ഒരു യഹൂദൻ, ഞാനൊരു ശമര്യക്കാരത്തി, എന്നോട് എങ്ങനെ നീ സംസാരിക്കും? കർത്താവ് പറയാ, ഞാൻ നിന്നെ നിറയ്ക്കാൻ വന്നതാ. ഓ എന്റെ ദൈവമേ, കർത്താവ് ആരെയാ തേടിച്ചെന്നേ? നമുക്ക് പലരെ ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും പറ്റുന്നില്ല. എന്നാൽ കർത്താവ് ആരെ നിറയ്ക്കാൻ ചെല്ലുകയാ? ശമര്യരെ. അതുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നേ, നിങ്ങൾ പറയുന്നു യെരുശലേമിൽ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഞങ്ങൾ എന്താ പറയുന്നേ? ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു മല അവിടെ ഉണ്ടാക്കി മാറ്റി. കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, യെരുശലേമിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ അശുദ്ധരും നിങ്ങൾ വിശുദ്ധരും, ഞങ്ങൾക്ക് അവളോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. അവളോട് പറയാ, നീ ഭയപ്പെടണ്ട, ഇനി അവിടെയുമല്ല ഇവിടെയുമല്ല, നിനക്ക് ഹൃദയത്തിൽ എന്നെ ആരാധിക്കാൻ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ മസിഹായായിട്ട് നിന്റെ ഉള്ളിലേക്ക് വരാൻ പോവാ. ഓ എന്തോ ഒരു സ്നേഹമല്ലേ. ഞാൻ ചോദിക്കുന്നേ, നമ്മൾ വിചാരിക്കും കർത്താവ് എന്തിനാ ശമര്യ വഴി കയറിയെന്നില്ലേ? കർത്താവ് അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഈ ശമര്യക്കാരത്തിയുടെ ഹൃദയത്തിനുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആർക്കെങ്കിലും കർത്താവിനെ കിട്ടാതെ പോകുമോ? ഈ സ്നേഹിക്കുന്ന കർത്താവിനെ ആർക്കെങ്കിലും കിട്ടാതെ പോകുമോ? ഇല്ല. ഏതൊരു ഹൃദയവും കൊതിയോടുകൂടെ കർത്താവേ ഞാനൊരു പാപിയാ. നോക്കിയേ, ഇവരുടെയൊക്കെ പ്രത്യേകത ശ്രദ്ധിച്ചോ? ഇവരുടെ അടുക്കലേക്ക് വരുമ്പോ തന്നെ ഇവര് പറയാ, നീ ഒരു യഹൂദൻ, ഞാനൊരു ശമര്യക്കാരത്തി സ്ത്രീ, എന്നോട് വെള്ളം ചോദിക്കുകയാണോ? ഞാൻ അശുദ്ധയാണ്, എന്റെ കൈ കൊണ്ട് വെള്ളം തരുവാനുള്ള യോഗ്യത എനിക്കില്ല. നോക്കിയേ, അയോഗ്യത തിരിച്ചറിഞ്ഞ ഈ സ്ത്രീയുടെ കർത്താവായി മാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ, ദൈവമേ എനിക്കൊരു യോഗ്യതയുമില്ല, ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ പോലും നാം നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നവരായിരിക്കണം. എന്തുകൊണ്ടാ മറ്റുള്ളവരുടെ കുറവ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നേ?
അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം കുറവ് തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് അതാ പറഞ്ഞ, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കാഴ്ചയുള്ളവരാക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ പറയുക നിങ്ങൾ കാണുന്നു. വാസ്തവത്തിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കുറവുള്ളവരാണെന്ന് തിരിച്ചറിയണം. ഞങ്ങൾ ഇല്ലായ്മയുള്ളവരാ, ഞങ്ങൾ പാപികളാ, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഒട്ടും യോഗ്യതയുള്ളവരല്ല. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതാ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ, ഞങ്ങൾ അവനെ സ്നേഹിച്ചില്ല, അവൻ നമ്മെ സ്നേഹിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നു, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ നന്മയായ നിറവായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ഒരു മനസാക്ഷിയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. നോക്കിയ കൽപാത്രം നിറച്ചതിലൂടെ കർത്താവ് എന്താ ലോകത്തെ ബോധ്യമാക്കിയേ? വക്കോളം നിറയ്ക്കണമെന്നാ പറയുന്നത്. ഞാൻ ചിന്തിക്കുക, എന്തൊരു സ്നേഹമാ ദൈവത്തിനില്ലേ. നമ്മളെ നിറയ്ക്കുമ്പോ പാതിയാക്കി നിറയ്ക്കുകയല്ല, നമ്മളെ നിറയ്ക്കുന്നത് എങ്ങനെയാ? മുഴുവനായിട്ട് നിറയ്ക്കുക. എന്നിട്ട് കോരിക്കൊണ്ട് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പറയുക, വാസ്തവത്തിൽ അവിടെ എത്ര സീക്രട്ടായിട്ട് ആ കാര്യമൊക്കെ കർത്താവ് ചെയ്യുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞേ, നിങ്ങൾ അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. വാസ്തവത്തിൽ കർത്താവിനെ അങ്ങനെ കൈക്കൊള്ളുവാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ഏതു മനുഷ്യനെയും നിറയ്ക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ അതല്ലേ നമ്മൾ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മളെ നിറയ്ക്കാനായിട്ട് മതിയായത്, നമ്മുടെ കുറവ് തീർക്കുവാൻ, കാനാവിലെ കല്യാണത്തിലെ കുറവ് തീർക്കുവാൻ. ഞാൻ ഓർക്കുക, ശരിക്കും ഗലീലക്കാരായ മുക്കുവന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവരുടെ ഹൃദയം ആരെ അന്വേഷിക്കുകയായിരുന്നു? മശിഹായെ അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണ ഹൃദയം കർത്താവ് കണ്ടിട്ട് അവരെ തേടി ചെല്ലുകയായിരുന്നു. അവര് യോഹന്നാന്റെ കീഴിലേക്ക് ഓടി വരികയാ. മാനസാന്തരത്തിനായി പാപത്തെ ഏറ്റുപറയുവാൻ യേശുക്രിസ്തു എന്ന നീതിമാനെ കൈക്കൊള്ളണമെങ്കിൽ നമുക്ക് ഏത് ഹൃദയം വേണം? പാപമുണ്ടെന്നുള്ള അറിവുള്ള. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിൽ വരുമ്പോൾ എന്താണ് ആദ്യം ബോധ്യമാക്കുക? നിങ്ങൾ പാപിയാണെന്ന് നിങ്ങളെ ബോധ്യമാക്കും. 2, നീതിയായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടും. 3, ന്യായവിധി അഥവാ ദൈവത്തിന്റെ ലോകത്തിന്റെ പ്രഭുവായ പിശാച് വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ഞാൻ ആ അടിമത്തത്തിൽ നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ ആരോടുകൂടെ ജീവിക്കണം? അതുകൊണ്ടാണ് മറിയോട് പറയാ, അവളോട് എന്താ പറഞ്ഞ? പാവനിയായ സ്ത്രീ. നോക്കിയേ, വാസ്തവത്തിൽ കർത്താവിനെ വിധിക്കാനാ ഈ പാവപ്പെട്ട സ്ത്രീയെ ഇവരാരുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നേ? കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നേ. ഇവൾക്ക് ഒരു അന്വേഷിക്കുന്ന ഹൃദയമുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. വാസ്തവത്തിൽ അവളുടെ ഹൃദയത്തെയും കർത്താവ് നിറയ്ക്കുകയായിരുന്നു. നോക്കിയേ, ഏതെല്ലാം ആളുകൾ തന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ, പാപികളാണെന്ന് തനിക്ക് ബോധ്യമുണ്ട്. അവളോട് ചോദിച്ചു, അവര് നിന്നെ വിധിച്ചില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇനി പാപം ചെയ്യരുത്. വാസ്തവത്തിൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ ഇച്ഛിക്കുന്ന നമ്മളോടും ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഞാൻ നിന്നെ പാപത്തിൽ നിന്ന് ഉദ്ധരിച്ചത് ആർക്ക് ജീവിക്കുവാനായിട്ടാ? നീതിക്ക് ജീവിക്കുവാനായിട്ട്. വാസ്തവത്തിൽ ഇന്ന് രാത്രിയില് വചന കേൾവി നമ്മുടെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസം നൽകട്ടെ. ദൈവമേ, നീ എന്റെ നീതിയായി, നീ എന്റെ രാജാവായി, നദനേലി പറഞ്ഞതുപോലെ അങ്ങ് എന്റെ രാജാവായിട്ട് എന്റെ ഹൃദയത്തിൽ വാഴണം. അങ്ങ് പറയുന്നത് പോലെ ജീവിക്കുവാനുള്ള ദൈവകൃപ എനിക്ക് തരണം. എന്റെ നിറവായിരിക്കുന്ന അങ്ങ് എനിക്ക് ആവശ്യമായ പ്രാപ്തിയെ തരണം. പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ദൈവശക്തി എനിക്ക് വേണം. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ഓരോ ചിന്തയും ആരിയ്ക്കുന്നിടത്താ വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ദൈവം രാജാവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുക. അതുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് വസിക്കുക. വാസ്തവത്തിൽ ദൈവരാജ്യത്തിന്റെ ഉടമകളായി മാറുവാൻ കൃപ ലഭിച്ച നമ്മൾ വളരെ ഭയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.